സ്പേസ് ഷട്ടിലാണ്. ഇത് കുറേ വട്ടം പോയിട്ടുള്ളതാണ് എൻഡോവർ. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ? എല്ലാവർക്കും നല്ലത് വിഷ് ചെയ്തു. അപ്പം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് LAയിലാണ് കേട്ടോ. LAയിലെ സയൻസ് മ്യൂസിയം സെൻറ്ററിൽ നമ്മൾ വന്നിരിക്കുകയാണ്. കാലിഫോർണിയ സയൻസ് സെൻറ്ററിൽ. ഡൗട്ട് ഉണ്ടായിരുന്നു, ഒന്നോട്ട് ചെക്ക് ചെയ്താൽ, ഡബിൾ ചെക്ക് ചെയ്താൽ. ഓക്കെ, ഇതാണ് നമ്മൾ എൻട്രൻസിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. നമ്മളൊന്നും സയൻസ് സെൻറ്ററാണ്. സോ സ്പേസ് ക്രാഫ്റ്റും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. അതിൻ്റെ കൂടുതലുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ജസ്റ്റ് ഇതിനകത്തോട്ട് തന്നെ എൻട്രി ചെയ്തിരിക്കുകയാണ്. പ്ലെയിൻസ് ഒക്കെയാണ് ഹാങ് ചെയ്തിട്ടേക്കുന്നുണ്ടോ? ഒരു സ്പേസ് സ്യൂട്ട് കണ്ടോ? ഇത് നമ്മളുടെ അപ്പോളോ 16 യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്പേസ് സ്യൂട്ടാണ്. എക്സ്ട്രീം ടെമ്പറേച്ചറിൽ നിന്നും അതുപോലെ തന്നെ സണ്ണിൻ്റെ ഹൈ റേഡിയേഷനിൽ നിന്നുമൊക്കെ നമ്മളെ ആസ്ട്രോനോട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് സെറ്റ് ചെയ്ത സ്പേസ് സ്യൂട്ടാണിത്. അപ്പോളോ 16 യൂസ് ചെയ്തതാണ്. ഇത് അതിൻ്റെ ബാക്കി യൂണിഫോമിൻ്റെ ബാക്കി പാർട്സുകളൊക്കെയാണ്. ഓക്സിജൻ ടാങ്ക്, ഗ്ലൗസുകൾ, ഹെൽമെറ്റ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. ആൻഡ് ഓക്സിജൻ ടാങ്കിനകത്ത് 1 പേഴ്സണ് ഒരു 8 hours വരെയായിട്ടുള്ളൊരു 8 hours വരെ അയാളെ കീപ്പ് അലൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓക്സിജനും കാണും. ഇതൊരു സ്പേസ് ഹബിൾ 1/5 സ്കെയിൽ ഹബിൾ സ്പേസ് ടെലിസ്കോപ്പാണ്. റിയലിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു സ്കൂൾ ബസ്സിൻ്റെ അത്രയും കാണും. സ്പേസ് സ്യൂട്ടുണ്ട്. ഇത് വെയിറ്റ് ഉള്ളി. ഓക്കെ, ഇത് 20 pounds ഉള്ളൂ വെയിറ്റ് എന്ന് പറയുന്നത്. കമ്പയർ ടു ദിസ് വൺ ഈസ് 185 pounds. ജസ്റ്റ് നമ്മുടെ ഭൂമിയിൽ തന്നെ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ യൂസ് ചെയ്യുന്ന ഒരു സ്പേസ് സ്യൂട്ടാണിത്. ഇതെല്ലാം മീറ്റിയോറൈറ്റ്സ് ആണ് ഇവിടെ കളക്ട് ചെയ്ത് വെച്ചേക്കുക. എല്ലാം നമ്മളുടെ സ്പേസിൽ നിന്ന് വന്നിട്ടുള്ള മീറ്റിയോറൈറ്റ്സുകളാണ്. ഇത് US കിട്ടിയതാണ്. ഇതും US കിട്ടിയതാണ്. ഇത് എന്ന് പറയുന്നത് മെക്സിക്കോയിൽ നിന്ന് വന്നതാണ്. ഇൻഫ്രാറെഡിനെ കുറിച്ചുള്ള ചെറിയൊരു ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾക്ക് ഇൻവിസിബിളായിട്ടുള്ളൊരു റേ ആണ് ഇൻഫ്രാറെഡ് എന്നുള്ളത്. അതായത് ഡോക്ടേഴ്സും വെറ്റിനറിയൻസും ഒക്കെ വെറ്റ് ഡോക്ടേഴ്സും ഒക്കെ യൂസ് ചെയ്യും ഇൻവിസിബിളായിട്ടുള്ള ഇഞ്ചുറീസൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഫയർ ഫൈറ്റേഴ്സും അത് യൂസ് ചെയ്യും. എവിടെയെങ്കിലും ഒരു സർവൈവർ ഒക്കെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടും അവരത് യൂസ് ചെയ്യും. ഡോക്ടേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത് ഇൻഫ്രാറെഡ് ക്യാമറ യൂസ് ചെയ്തിട്ടാണ്. ഈ സ്ക്രീൻ കണ്ടോ? ഈ സ്ക്രീന് നമ്മളുടെ ഇൻഫ്രാറെഡിനെ കാണിക്കുന്ന സ്ക്രീനാണ്. മോർ ഹോട്ടാണെങ്കിൽ കണ്ടോ റെഡ് നമ്മളുടെ ബോഡിയും ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ കണ്ടോ, ഈ മീറ്ററാണ് അതിനെ കാണിക്കുന്നത്. ഹോട്ടാണെങ്കിൽ ഇൻഫ്രാറെഡ്, മോർ ഇൻഫ്രാറെഡ്. കോൾഡ് ആണെങ്കിൽ ലെസ് ഇൻഫ്രാറെഡ്. നമ്മളുടെ ഫേസ് നമ്മൾ കാണിക്കുന്നത് കണ്ടോ, എക്സ്പോസ് ചെയ്യുന്ന സ്ഥലമൊക്കെ നമ്മളുടേത് റെഡായിട്ട് കാണും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ സെല്ലിൽ നിന്ന് ഒരു ബേബി ആവുന്നതിൻ്റെ സ്റ്റെപ്സുകൾ കാണിക്കുന്നതാണ്. ഇത് 7 weeksലുള്ളതാണ്. യൂട്രസോടാണ് അത് കാണിച്ചിരിക്കുന്നത്. ഇത് 8 to 9 weeksലുള്ളതാണ്. Organs continue to develop. Okay. Next 10 weeksൻ്റെയാണ്. Uterus expands as fetus grows. Okay. 11 to 12 weeks തൊട്ട് കാണാൻ പറ്റും കേട്ടോ. ഇത് 16 to 17 weeks. 16 to 17 weeks ആകുമ്പോഴാണ്. Whatever was in there. 18 to 19 weeks ആകുമ്പോഴാണ്. Brain is rapidly developing. 20 to 21 weeks. Pregnancy is halfway done. Fetus puts on more weight. 28 to 29. Not the whole time. You feel like this. And I'm talking about how I was confused. And last 40 weeks ആകുമ്പോഴത്തേക്ക് നമുക്ക് ബേബി ആവും. സോ ഇത് കണ്ടോ, ഇതിനകത്ത് നമുക്ക് കാണിക്കാൻ പറ്റും. ഫസ്റ്റ് സ്ട്രമസ്റ്റർ തൊട്ടുള്ള കാണിക്കാൻ പറ്റും.
മാപ്പ് ചെയ്തിട്ട് ഓരോ സെമസ്റ്ററിൻ്റെ അവരിവിടെ കാണിക്കും, വിഷ്വലായിട്ട് കാണിക്കും കേട്ടോ. ഒരു ഫ്ലവറിനകത്തുള്ള പോളൻ്റെ പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് 10x ബിഗർ. ഇത് സെയിം ഇമേജ് നമ്മൾ 1000x എടുത്തതാണ്. ഇതും അതേ ഇമേജാണ്. ഇത് പക്ഷേ 10,000x എടുത്തതാണ്. ഒരേ പിക്ചർ തന്നെയാണ്. അത് ക്ലോസറായിട്ട് എടുത്തതാണ്. ഇതുണ്ട് ബാക്ടീരിയ, പല കൈൻഡ് ഓഫ് ബാക്ടീരിയാസ് കാണിക്കുന്നതാണ് ഇതെല്ലാം. എന്നാണ് പറയുന്നത്. അതെന്ന് പറഞ്ഞത് സോൾട്ട് വാട്ടറിലും നോർമൽ വാട്ടറിലൊക്കെ കാണുന്ന കൈൻഡ് ഓഫ് തിങ്ങാണ്. ഫംഗസ്, അതുപോലത്തെ വൈറസുകൾ. അതിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കും, ഒരു എക്സാമ്പിളും ഒക്കെ കൊടുക്കും. ഒരു സെല്ലിൽ കയറുന്നു, എന്നിട്ട് ആ ഒരു സെല്ലിലേക്ക് ആ വൈറസ് വരുന്നു, എന്നിട്ട് ആ സെല്ലിനെ അറ്റാക്ക് ചെയ്യുന്നു. പിന്നെ ആ സെല്ലിനകത്തോട്ട് DNA ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ സെല്ലിനകത്ത് മൾട്ടിപ്പിൾസ് ഓഫ് വൈറസിനെ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ സെല്ല് ഡിസ്ട്രോയ് ചെയ്തിട്ട് റിലീസ് ന്യൂ വൈറസസ്. ഇവിടെയും ഒരു ഹ്യൂമൻ്റെയും സെൽസിനെ കാണിച്ചിരിക്കുകയാണ്. ട്രീസിലാണെങ്കിൽ ലീവ് സെൽസ്, വാട്ട് സെൽസ്, അതുപോലെ തന്നെ ഹ്യൂമൻസ് ആണെങ്കിൽ ബ്രെയിൻ സെൽസ് ഉണ്ട്, റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്, ബോൺ സെല്ലുകളുണ്ട്, ഫാറ്റ് സെല്ലുണ്ട്, മസിൽ സെൽസ് ഉണ്ട്. കണ്ടോ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന, മീൻസ് ഹാങ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കണ്ടോ, റൂഫിൽ നിന്ന് സീലിംഗിൽ നിന്ന് ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 പ്ലെയിനുകളാണ്. ഒന്ന് F-20യും അടുത്തത് US എയർഫോഴ്സിൻ്റെ പ്ലെയിനാണ്. മൗസിൻ്റെ ബ്രെയിനാണ് കേട്ടോ. ഇത് ടർട്ടിലിൻ്റേത്. ഇത് ചിക്കൻ ബ്രെയിൻ കണ്ടോ, ചിക്കൻ ബ്രെയിൻ, കൗ ബ്രെയിൻ ആണ്. നെക്സ്റ്റ് വൺ ഡോഗ്, ഫസ്റ്റ് വൺ ഹ്യൂമൻ ബ്രെയിൻ ആണ്. നെക്സ്റ്റ് വൺ നമ്മളുടെ വേൾഡിൻ്റേത് കാണിക്കുകയാണ്. നമ്മൾ ഹ്യൂമൻസ് മാത്രമല്ല മറ്റ് ആനിമൽസും എല്ലാം ഉണ്ട്, ലിവിങ് ബീങ്സ്, ഒരുപാട് ലിവിങ് ബീങ്സ് ഉള്ള ഒരു എർത്താണ്. ബട്ട് നമ്മളെപ്പോഴും എർത്തിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മളുടെ ആക്ടിവിറ്റീസ്. അപ്പോൾ അത് അഫക്റ്റ് ചെയ്യുന്നത് നമ്മളെ മാത്രമല്ല, മറ്റെല്ലാ ലിവിങ് ബീങ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ഷോർട്ട് മെസ്സേജ് തരുന്ന ഒരു വീഡിയോ ആണ് ഈ ഒരു റൂമിൽ നമുക്ക് തരുന്നത്. നമ്മളുടെ ആക്ടിവിറ്റീസ് കാണണം, വേൾഡിലുണ്ടാകുന്ന പൊല്യൂഷൻസും അതെല്ലാം അത് മറ്റ് ആനിമൽസിനെ എല്ലാം എത്രമാത്രം അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വീഡിയോസ് നമ്മൾ കാണിക്കുന്നത്. സോ നമ്മളെപ്പോഴും അതൊന്ന് ആ മൈൻഡിൽ വെച്ചേക്കാം. എല്ലാവരും ഉണ്ടെങ്കിലേ നമുക്കും ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇത് നമ്മൾ എൻഡോവറിൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. പലവട്ടം സ്പേസിൽ പോയിട്ടുള്ള ഒരു സ്പേസ് ഷിപ്പാണ്. അപ്പം അത് ഈ മ്യൂസിയത്തിലാണ് വെച്ചിരിക്കുന്നത്. ടച്ച് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത് ടയേഴ്സിന്. സ്പേസിൽ പോയ ഇതാണ് കേട്ടോ, സ്പേസിൽ പോയ സ്പേസ് ഷട്ടിലാണ്. ഇത് കുറേ വട്ടം പോയിട്ടുള്ളതാണ് എൻഡോവർ. Come ride the Shuttle Endeavour. T-minus 30 seconds and counting. Transferring to onboard power. Welcome to the flight deck, astronaut. Fan hood is retracted. We are go for auto sequence start. Close and lock your visors. സോ നമുക്കൊന്ന് സ്പേസ് വരെ പോയിട്ട് വരാം. 10, 9, 8, 7, 6. We are go for main engine. 1. Booster ignition. We have resolved Shuttle Endeavour. Endeavour on a mission to service Hubble Space Telescope to keep a tree alive. Throttle back for max Q. Here comes the sonic boom. 2, 1. Welcome to orbit, astronauts. Beautiful, isn't she? We've been assigned the most complex repair mission in history. I hope you're prepared. ഇത് നമ്മളുടെ
റൈറ്റ് ബ്രദേഴ്സ് കണ്ടുപിടിച്ച പ്ലെയിൻ്റെ ഒരു റിപ്ലിക്കയാണ്. അതുപോലെ തന്നെ നെക്സ്റ്റും അതൊരു റിപ്ലിക്ക തന്നെയാണ്. ഈ 2 പ്ലെയിനും ടെയിൽ ഫിറ്റ് ചെയ്തതിന് ശേഷമുള്ള റിപ്ലിക്കകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആദ്യം റൈറ്റ് ബ്രദേഴ്സ് ഉണ്ടാക്കിയ പ്ലെയിനിലെന്ന് പറയുന്നത് അവർക്കൊരു പ്രോബ്ലം ഫേസ് ചെയ്തതെന്ന് പറയുന്നത് അവരുടെ ഫ്ലൈറ്റ് അവർ ഉദ്ദേശിച്ച സ്ഥലത്തോട്ടല്ല അവർക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റിയത്. അവർ ആ പ്രോബ്ലം സോൾവ് ചെയ്തതെന്ന് പറഞ്ഞാൽ ബൈ ആഡിങ് എ വെർട്ടിക്കൽ ടെയിൽ ആഡ് ചെയ്തിട്ടാണ് അവർ ആ പ്രോബ്ലം സോൾവ് ചെയ്തത്. സോ 1902 അവർ ആ പ്രോബ്ലം സോൾവ് ചെയ്തത്. സോ അതിൻ്റെ ഒരു റെപ്ലിക്കയാണ് ഈ ഒരു പ്ലെയിൻ. ഇതും അതുപോലെ തന്നെ ഒരു ടെയിൽ ആഡ് ചെയ്ത പ്ലെയിനാണ്. ഇത് 1928 നമ്മുടെ മ്യൂസിയത്തിൽ നിന്ന് നമ്മളുടെ ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയുണ്ട് കേട്ടോ, കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ബട്ട് ഞങ്ങളെല്ലാം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്ന് ലേറ്റായിട്ടാണ് ഓൾറെഡി ഇറങ്ങിയത്. ഇനിയിപ്പോൾ നാളെ വർക്കിംഗ് ഡേ ആവുക. സോ ഇന്നത്തെ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സീ യു ഇൻ ദ നെക്സ്റ്റ്. കണ്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ്. ബൈ.